നിലമ്പൂരിൽ വി.ഡി. സതീശനും പിണറായി വിജയനും തമ്മിലുള്ള ഒരു പോരായിരിക്കും. എന്താണ് പറയാം. അല്ലെങ്കിൽ വി.ഡി. സതീശനും UDF തമ്മിലുള്ള പോരൊന്നും വേണമെങ്കിൽ പറയാം. അങ്ങനെയാകുമല്ലേ? മറ്റേ നിങ്ങൾക്ക് അറിയാവുന്ന പോരാണ്. ഇപ്പം എന്ന് വെച്ചാൽ സതീശൻ എല്ലാ അധികാരവും സതീശനിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പിണറായി ആവാനുള്ള ശ്രമത്തിലാണ്. അപ്പം അങ്ങനെ ഇവരെ സാമ്യതയുണ്ട്. ഇവർ രണ്ടുപേരും ഭയങ്കര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത എന്നാൽ ഭയങ്കര കോൺഫിഡൻസ്, സ്വന്തമായിട്ട് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള സർപ്രൈസിങ് എൻട്രി പല സ്ഥലങ്ങളും നടത്തിയ ആളുകളാണ്. ഇവരെ കൂട്ടത്തിൽ തന്നെ പലപ്പോഴും സർപ്രൈസുകൾ കൊണ്ടും മലക്കം മത്സരങ്ങൾ കൊണ്ടും ആളുകൾ ഞെട്ടിച്ച ആളുകളുണ്ട്. അപ്പം അവരമ്മിൻ്റെ മത്സരമുണ്ട്. പക്ഷെ അതിൽ ഒരു കോൺഗ്രസിനുള്ളിലുള്ളൊരു മത്സരമാണ്. കോൺഗ്രസ് വിവിധ ഗ്രൂപ്പുകൾ ഇപ്പോൾ ഏതാണ്ട് നിർജീവമാകുന്ന അവസ്ഥയിലായി. അൻവറിൻ്റെ വിഷയത്തിലാണെങ്കിൽ അൻവറിനെ ഞാൻ മറ്റു കാര്യങ്ങൾ മാറ്റി നിർത്തിയിട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ നോക്കാം. എനിക്ക് അൻവറിനായത് വേറെ അഭിപ്രായം ഉള്ളത് അത് ഓൾറെഡി പോകുന്നല്ലോ. ആ വിഷയത്തിലും സതീശനും വിചാരിച്ചെടുത്ത് അൻവർ വിചാരിച്ചെടുത്തില്ല. അൻവർ വിചാരിച്ചെടുത്ത് ഞാൻ നിങ്ങൾ പെട്ടെന്ന് തോന്നില്ല. ഞാൻ എൻ്റെ പഴയ ഡിസ്കഷൻസ് കൂട്ടി വെച്ചാൽ മനസ്സിലാവും. അവിടെ അത് കൊണ്ടുവന്ന് എത്തിച്ചു. അപ്പോൾ ഈ ഇലക്ഷനിൽ തോറ്റ് കഴിഞ്ഞാൽ അത് സതീശന് കിട്ടുന്ന വലിയ അടിയായിരുന്നു. എന്നാൽ അൻവറിനെ കൂടെ നിർത്തി ജയിപ്പിക്കാവുന്ന ഒരു ഇലക്ഷൻ തോൽക്കുകയും പഞ്ചായത്ത് നിയമസഭാ ഇലക്ഷനുകളുടെ തൊട്ട് മുമ്പേ LDFന് ഭയങ്കരമായിട്ട് ഒരു ഉന്മേഷം നൽകിയ വിജയം സമ്മാനിച്ചതിൻ്റെയും പാപഭാരം അദ്ദേഹത്തിന് ഏൽക്കേണ്ടതായിട്ട് വരും. അതാണ് അതിൻ്റെ. ഇനി ജയിക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് കേരളത്തിലെ കോൺഗ്രസ്സിന് ചോദ്യം ചെയ്യാൻ ആളില്ലാത്ത നേതാവായിട്ട് പണ്ടൊരു കാലത്ത് കർണാകരൻ നിന്ന പോലെ സതീശൻ മാറുകയും ചെയ്യും. അതാണ് കാര്യം. സതീശനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വാട്ടർലൂ ആവാം. ജയിച്ചാൽ സതീശൻ തന്നെയാണ്. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ജൂലിയസ് സീസർ റൂബിക്കോൺ ക്രോസ് ചെയ്തതിനെ പറ്റി പറയും. റൂബിക്കോൺ എന്ന് വെച്ചാൽ ഒരു ഇംഗ്ലണ്ടിലെ ചെറിയൊരു നദിയാണ്. നദിയല്ല, തോടാണ്. അത് മുറിച്ച് കടന്നു ഇംഗ്ലണ്ട് കൂടി പിടിച്ചടയ്ക്കുന്നുള്ള ജൂലിയസ് സീസറിൻ്റെ ഏറ്റവും വലിയ, ഇംഗ്ലണ്ട് ഇന്ന് പറയുന്ന വലിയ രാജ്യമൊന്നുമല്ല, ഗുഹാവാസികളെ ആളുകളെ രാജ്യം. അത് പിടിച്ചടയ്ക്കുന്ന ജൂലിയസ് സീസറിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് എഴുതി. അങ്ങനെയാണ് അദ്ദേഹം ജൂലിയസ് സീസർ. പിന്നെ വലിയ കാക്ടസോ മറ്റേ കക്ഷിയൊക്കെ ഉണ്ട്, ബൂട്ടോസൊക്കെ ഉണ്ടായി വരുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ നെപ്പോളിയനോ വാട്ടർലൂ. അപ്പോൾ സതീശനെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ഇലക്ഷൻ നിർണായകം. ഇത് ഇന്ത്യയിൽ എവിടെ മത്സരിച്ചാലും നരേന്ദ്രമോദിയാണ് മത്സരിക്കുന്നതെന്ന് പറയുന്ന പോലെ, കേരളത്തിൽ LDF സ്ഥാനാർത്ഥി ആരായാലും പിണറായി വിജയനാണ് മത്സരിക്കുന്നതെന്ന് പറയുന്ന പോലെ, ഇതിപ്പം ഷൗക്കത്തല്ല മത്സരിക്കുന്നത്, വി.ഡി. സതീശാണ്. ഇനി ഈ ഇലക്ഷൻ എല്ലാം തോറ്റു പോയി കഴിഞ്ഞാൽ ലീഗ് കുറ്റപ്പെടുത്താൻ, ലീഗ് ഒരു അൻവറിനെ കൂടെ നിർത്താൻ ശ്രമിച്ചതാണ്. കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കന്മാർ വരെ അൻവറിനെ കൂടെ നിർത്തണമെന്ന് ആഗ്രഹിച്ചവരാണ്. അവരൊക്കെ കുറ്റം പറയും. ഇത് സതീശനാണ്. സതീശൻ്റെ ഭാവി തീരുമാനിക്കപ്പെടുന്ന ഇലക്ഷൻ കൂടിയാണ്. സതീശൻ ആ രീതി വരുത്തി തീർത്താണ്. കാരണം അത് അൻവറിൻ്റെ ഉദ്ദേശം തന്നെ അതിൽ അൻവറിനെ കൂടെ നിർത്തി, അൻവറിനെ ഒന്ന് ഹാപ്പി ആക്കി നിർത്തി ആ രീതിയിൽ മുന്നോട്ട് വരുന്ന ഇലക്ഷൻ കൂളായിട്ട് ജയിക്കാൻ പറ്റും. ഉറപ്പായിട്ട് ജയിക്കാവുന്ന ഒരു ഇലക്ഷനായിരുന്നു. ഇപ്പോൾ അത് അങ്ങനെ ആ രീതിയിൽ എളുപ്പമായിട്ട് ജയിക്കാൻ പറ്റിയ ഇലക്ഷൻ അല്ല അത്. അതുകൊണ്ടാണ് CPM ഇങ്ങനെ കരയിലിരുന്ന് കളിയാണ്. എന്നോട് മുമ്പാരോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു CPM എന്താണ് ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ അവർ മറ്റേ ലൂസിഫർ സിനിമയിലെ ബൈജുവിനെ പോലെ ഈ ലാത്തി ചാർജ് ഓർഡർ ഇട്ടിട്ട് ഇപ്പോഴത്തെ സുമോ കയറി പാട്ടും AC ഇട്ട് ഉറങ്ങാം. അതാണ് സംഭവിച്ചത്. പറ്റിയ സമയത്ത് ഒരാളെ ഇറക്കി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അതിൽ ക്രിയേറ്റ് ചെയ്യാവുന്ന എല്ലാ നാടകങ്ങളും ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അതാണ് കാര്യം. പക്ഷേ ഇവിടെ UDFനൊരു വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ 2026 ഒരു പച്ചക്കൊടി ആയിരിക്കാം ഈ മണ്ഡലം. അല്ല, അത് പച്ചക്കൊടി എന്നല്ല, അവർക്ക് ഭയങ്കര മൊറൈൽ ബൂസ്റ്റ് ചെയ്യപ്പെടും. കോൺഗ്രസിന് തോറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ഡിസാസ്ട്രസ് ആയിരിക്കും. ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ മൊബൈൽ ബൂസ്റ്റ് ചെയ്യപ്പെടും. CPMനെ സംബന്ധിച്ച് തോറ്റാലും വലിയ പ്രശ്നമൊന്നുമില്ല. അവർക്ക് സംഘടനാ സംവിധാനം ഉണ്ടല്ലോ. പിന്നെ പിണറായിൻ്റെ ബുദ്ധി ഇൻടാക്റ്റ് ആയിരിക്കുന്ന കാലത്തോളം അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ വഴിയൊക്കെ പിണറായി കണ്ടെത്തിക്കോളും. അപ്പം കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അതല്ല, ഇത് തോറ്റ് കഴിഞ്ഞാൽ ഉള്ള ആത്മവിശ്വാസം പോകും. പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ അതുപോലെയാകും. പിന്നെ ഈ പറയുന്ന സതീശന് നിൽക്കക്കളില്ലാത്ത അവസ്ഥ വരും. ശശി തരൂർ മിക്കവാറും അതിൻ്റെ ഇടയ്ക്ക് ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ കൂടെ സതീശൻ കൂടി ഈ പറയുന്ന ഈ അതിലിപ്പോൾ ഒരു കുതിരപ്പടയാളി എന്ന് പറയുന്ന സതീശനേ ഉള്ളൂ. സുധാകരനായി വേറൊരു കുതിരപ്പടയാളി അദ്ദേഹം റിട്ടയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സതീശനേ ഉള്ളൂ. സതീശൻ ഇവരുടെയൊക്കെ നമ്പേര്. പിന്നെ ഈ പുതിയ ജനറേഷൻ പയ്യന്മാരെല്ലാം എന്താ പറയുന്ന ഈ ഈ കാലാൾപ്പടയിലിടെ ഒരുപാട് ശബ്ദം ഉണ്ടാക്കുന്ന ആളുകളില്ലേ, അതങ്ങനെ കരുതിയാൽ മതി. അല്ല, ഒരു കുതിരപ്പടയാളിയെ സ്ഥാനക്കയറ്റം കൊടുക്കാൻ പറ്റിയ ആളുകളൊക്കെ അതിൽ കുറവാണ്. അപ്പോൾ അത് സതീശനുള്ളൂ തൽക്കാലം. പലർക്കും ഉണ്ട് നമുക്ക് തോന്നുമെങ്കിൽ പോലും ആ കാമ്പിനോട് അടുക്കുമ്പോൾ അത് കാണിക്കണം. സതീശൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ കാമ്പിനോട് അടുക്കുമ്പോൾ സതീശൻ കൂടുതൽ
ശക്തനായി മാറാൻ. പുറത്തുനിന്ന് കണ്ട പണ്ടത്തെ ഹരിത MLA കാലത്ത് സതീശനെ അല്ല ഇപ്പം സതീശൻ വളരെ പവർഫുള്ളാണ്. ആളുകൾ അറിഞ്ഞോ അറിയാതെ പിണറായിക്ക് തുല്യൻ എന്ന് വരെ പറഞ്ഞു തുടങ്ങി. അത് ചിന്തമായിട്ടല്ല സതീശൻ. പക്ഷേ CPM പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്ന് തെളിയിക്കപ്പെടുകയല്ലേ? അങ്ങനൊന്നല്ല. ഇതിൻ്റെ പറഞ്ഞത് ഇലക്ഷൻ എനിക്കൊന്നും തൃക്കാക്കരയാണ്. അത് ഭരണത്തിൻ്റെ വിലയിരുത്തില്ല എന്ന് ഗോവിന്ദ മാഷ് തന്നെ പറഞ്ഞു. എന്നിട്ട് തോറ്റിട്ട് അവർക്ക് വല്ല ഉൾക്കൊണ്ടായി. അതൊന്നുമില്ല. അതൊക്കെ വെറുതെ 4 ദിവസം ഈ ചാനലുകാർ ഡിസ്കസ് ചെയ്ത് കളയും. അതിലുപരിയായിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഭരണവിരുദ്ധ വികാരം ഏത് ഗവൺമെൻറ് ഭരിച്ചാലുണ്ടോ? ലോകത്ത് ഒരു ഗവൺമെൻറ് ഭരണവിരുദ്ധ വികാരം ഇല്ലാതിരുന്നിട്ടില്ല. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ജനങ്ങളെ വളരെ മുമ്പിലുള്ള ഒരു ചോദ്യം അവർ വേണം ഇവർ വേണം. അപ്പോൾ ജനങ്ങൾ തൂക്കി നോക്കുമ്പോൾ തമ്മിൽ ഭേദപ്പെട്ടവരാരാ അവരെ ജനങ്ങൾ ഓപ്റ്റ് ചെയ്യും. തമ്മിൽ ഭേദപ്പെട്ടവരെ ജനങ്ങൾ എങ്ങനെ തീരുമാനിക്കുക? അതിപ്പോൾ പണ്ടായാലും പ്രത്യയശാസ്ത്രം നോക്കിയാൽ ഇപ്പം എനിക്കെന്ത് ഗുണമെന്ന് നോക്കിയിട്ടാണ്. എൻ്റെ വീട്ടിൽ ഒരാവശ്യം ഉണ്ടായ സമയത്ത് ആരുണ്ടായിരുന്നു, ആരുടെ സമയത്താണ് എനിക്ക് കുഴപ്പമില്ലാതെ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നത്, ഇതൊക്കെയാണ് നാട്ടുകാർ നോക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അത് ആർക്ക് അനുകൂലമായി വരുമെന്ന് നിങ്ങൾ ആലോചിക്കും. ഞാൻ പറഞ്ഞുകൊണ്ട് തോറ്റെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ ആരെങ്കിലും ജയിപ്പിക്കാന്നുണ്ട്. ഇവരാര് ജയിച്ചാൽ നമുക്ക് കണക്കാണ്. നമ്മൾ ഈ പറയുന്നതിൻ്റെ അതിരി അവതാരം കളിക്കാൻ പോകാത്തതുകൊണ്ട് നമ്മൾ ആര് ജയിച്ചാൽ നമുക്ക് കണക്ക് തന്നെയാണ്. നമുക്കത് പറ്റുകയില്ല. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ആരെയും പ്രത്യേകിച്ച് പറഞ്ഞ് ജയിപ്പിക്കാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ചാൽ മതി. പിന്നെ പക്ഷേ നമ്മളെ മുന്നിൽ ഒരു ചോദ്യം ഉയർന്നാൽ അത് ലോജിക്കലായി നമ്മൾ ഉത്തരം പറയണമല്ലോ. അതുകൊണ്ടാണ് ചില സമയത്ത് ഉത്തരം പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല അതിൽ തോൽക്കാൻ വേണ്ടി ജയിക്കാൻ പറ്റും. പക്ഷെ അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവിയും കൂടെ ഇല്ലേ ഇവിടെ തീർച്ചപ്പെടുത്താൻ പോകും? അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി LDF ജയിച്ചാൽ പുഷ്കലമായില്ലേ? എങ്ങനെ? അത് ഞാൻ ഓൾറെഡി പറഞ്ഞത്. ഇനി ബോറടിപ്പിക്കും, പറഞ്ഞാൽ ബോറടിക്കും. കാരണം അൻവറിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ അൻവർ ഇപ്പോൾ LDF ആളുകളുടെ UDF കൂളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇലക്ഷന് കൺഫ്യൂഷൻ ഉണ്ടാക്കി. കൺഫ്യൂഷൻ ആകുമ്പോൾ മനസാക്ഷി വോട്ട് ചെയ്യാൻ പോകുന്നു. അപ്പം നിങ്ങൾക്ക് 2 ശത്രുക്കളുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അനുയായികളെ ഏറ്റവും അവസാനം നിങ്ങൾ ഏറ്റവും ഭീകരമായിട്ട് അപമാനിച്ചതാരാണ്? അതാരാ? അൻവറിനെ പത്രസമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ അൻവർ അറ്റാക്ക് ചെയ്താരാ? LDFനെ പറ്റി നടത്തിയത് വേറെ ചില താത്വികമായ വിമർശനങ്ങളാണ്. പക്ഷേ UDFന് ഓരോരോ നേതാവിനെയും സ്ഥാനാർത്ഥിയും വരെ അങ്ങനെ വിമർശിക്കുകയുണ്ടായി. ഭയങ്കര മോശം വിമർശനം. സ്വരാജിനെതിരെ നടത്തിയ നാട്ടുകാരനായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വിമർശനമാണ്. വളരെ മൈൽഡായിട്ടുള്ള വിമർശനമാണ്. അതുപോലെ വിമർശനമല്ല ഷൗക്കത്തിനെതിരെ നടത്തിയത്. അതിൽ സൂചന വളരെ കൃത്യമാണ്. അൻവറിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ആരാണ്? മറ്റേ അൻവർ ഗുഡ് ബൈ പറഞ്ഞു വരികയായിരുന്നു. ഇതല്ല, അൻവറിനെ കയറ്റാതെ ചതിക്കാൻ നോക്കിയതാണ്. അപ്പോൾ അൻവറിനെ വിഷമിപ്പിച്ചത് ആരാണ്? ഉത്തരം ക്ലിയർ അല്ലേ? അൻവറിന് 3000 വോട്ടുണ്ടെന്ന് കൂട്ടിക്കോടെ ആൾക്കാർ. പിന്നെ BJPൻ്റെ വോട്ട് അങ്ങോട്ട് പോകും. അത് വേറൊരു ചോദ്യമാണ്. അല്ല, NDA സ്ഥാനാർത്ഥി നിർത്തുകയാണെങ്കിൽ സ്ഥാനാർത്ഥി നിർത്തിയാണ് എല്ലാം കിട്ടണമെന്നില്ല. BJPക്ക് ടാക്റ്റിക്കലായിട്ടൊരു സ്ഥാനാർത്ഥി നിർത്തുന്നത് വെറുതെ എന്തിനാണ് ടൈം കളയുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അവിടെ ടാക്റ്റിക്കലായിട്ടൊരു കളി BJP കളിക്കാൻ സാധ്യതയുണ്ട്. BJPക്ക് ആര് ജയിക്കുന്നതാണ് ഗുണകരം. ഇപ്പോൾ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം RSSകാർക്ക് സ്വരാജിനെ എതിർക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ സ്വരാജ് പലസ്തീൻ വിഷയത്തിലും ഈ യുദ്ധവുമായ വിഷയത്തിലൊക്കെ STPIക്കാരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടെടുത്തു. ഹമാസിനൊപ്പം നിന്നു. പിന്നെ യുദ്ധത്തിൻ്റെ കാലത്ത് സമാധാനത്തെ പറ്റി പറഞ്ഞു. അത് പൊതുവെ സന്തോഷിപ്പിക്കുക ഈ യുദ്ധത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് RSSകാർക്ക് ആ രീതിയിൽ വിയോജിപ്പിച്ചു. STPIക്കാർക്ക് ഇങ്ങനെയുള്ള സ്വരാജുള്ള വിയോജിപ്പ് എന്താ? അവിടെ സ്വരാജ് തൃപ്പൂണിത്തുറ MLA ആയിരുന്ന സമയത്ത്, തൃക്കാക്കര MLA തൃപ്പൂണിത്തുറല്ലേ, MLA ആയിരുന്ന സമയത്ത് അവിടെ RSSൻ്റെ ഒരു മത പരിവർത്തന റീകൺവേർഷൻ ചെയ്യുന്ന ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതി സംസാരിച്ചു തന്നാൽ അവർ കുറേ അറ്റാക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ 2 പക്ഷേ ഇവർക്ക് 2 കൂട്ടർക്ക് സ്വരാജുമായിട്ടുണ്ട്. പക്ഷേ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലതാണ്. ഇതൊന്ന് ഈ CPMകാരുടെ ഇടയിൽ ജനൻ TV ആദ്യമായിട്ട് പോയിട്ട് ഒരു ഡിസ്കഷൻ പങ്കെടുത്ത ഒരാൾ സ്വരാജാണ്. ഞാനൊക്കെ ജനൻ TV ഡിസ്കഷന് പോകുന്നതിന് മുമ്പ് സ്വരാജ് ഡിസ്കഷന് പോയിരുന്നത്. അപ്പം മാത്രമല്ല, സ്വരാജ് രാഷ്ട്രീയ വിമർശനം നടത്തുന്ന പേഴ്സണലായിട്ട് ആരെയും വിമർശിക്കാറില്ല. അപ്പോൾ ഇവർക്ക് 2 കൂട്ടർക്ക് ഒരേപോലെ സ്വരാജ് ഒന്നെങ്കിൽ ശത്രുവാണ് മിത്രമാണ്. RSSന് സ്വരാജിനെ കുറ്റം പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. STPIക്കാരും കുറ്റം പറയുന്നുണ്ട്. പിന്നെ സ്വരാജിനും മാധ്യമം മാധ്യമം അവർക്ക് അവിടെ കുറച്ച് ജമാഅത്ത് ഇസ്ലാമി വോട്ടുണ്ടല്ലോ. അവർ സ്വരാജിനെ പറ്റി കഴിഞ്ഞ് യുദ്ധസമയത്ത് പറഞ്ഞത് അപാര ധൈര്യം തന്നെ സ്വരാജിനെന്നാണ്. അവർ സ്വരാജിനോട് ഒരു മമത കൂടുതലാണ്. 2 അവർ അൻവറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം എന്താ സംഭവിച്ചാൽ അൻവറിനെ ഇവരെടുത്തില്ല. അൻവർ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞാൽ അവർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പം ജമാഅത്ത് ഇസ്ലാമി എന്ന് വെച്ചാൽ ഒരു നവ മൗലികവാദികളുടെ
മൗത്ത് പീസാണ് അവരുടെ പത്രം അവരുടെ ചാനൽ, മുസ്ലിം മതമൗലിക മുസ്ലിം മതമൗലികവാദികൾ. അവരെ സപ്പോർട്ട് എങ്ങോട്ടായിരിക്കുന്നു ഈ അവരുടെ ആ ചർച്ച കണ്ടാൽ മനസ്സിലാവും. അവർ ഒരു പക്ഷേ ഓപ്പണായിട്ട് UDF സഹായിക്കാമെങ്കിലും അവർക്ക് സ്വരാജിനോടും അതേ തന്നെ ഇവനോടും അൻവറിനോടും ഒരു സോഫ്റ്റ് കോർണറുണ്ട്. പിന്നെ ഈ പറയുന്നതിൻ്റെ അതിൽ ഒരു ലിബറൽ മുസ്ലിമാണ് ഇയാൾ ഷൗക്കത്ത്. അതൊന്നും നമ്മളെ ആളുകൾക്ക് എത്ര പിടിക്കുമെന്നും പറയാൻ പറ്റില്ല. ആര്യാടൻ തന്ത്രപരമായി എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു. ഷൗക്കത്തിന് അങ്ങനെ പറ്റിക്കാനൊന്നും അറിയില്ല. അതാണ് വേറൊരു പ്രശ്നം. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ്. ഏതാണ്ട് ജയിക്കുന്നു ആര് ജയിക്കുന്നു നമുക്കറിയാം. ഞാൻ പറഞ്ഞത് നമ്മളായിട്ട് പറഞ്ഞ് ഇനിയിപ്പോൾ ആരും ജയിപ്പിക്കേണ്ടെന്ന് ഇപ്പം അവസാനം അതിൻ്റെ മുകളിൽ പിടിച്ച് കയറും. അല്ല, എനിക്ക് ഇന്നലെ വരെ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല അവിടെ ഇലക്ഷൻ എങ്ങനെ ആര് ജയിക്കും. ഇപ്പോൾ ഒരു വ്യക്തതയുണ്ട്. ഇപ്പോൾ വലിയ മത്സരമായിട്ടും എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.